ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? അതൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ആയിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ മിഞ്ഞാന്നത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം ആവാൻ പോവുകയാണെന്ന്. അത് പറഞ്ഞപ്പോൾ ചില ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ വെറുതെ ജോക്ക് അടിച്ചതാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ആ കമൻറ്റ് പോയിട്ട് തപ്പാനൊന്നും വയ്യ, കാരണം കുറേ സമയം എടുക്കും. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് മെയ് 27 ഇന്നേക്ക് 18 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. 2007 മെയ് മാസം 27-നാണ് എൻ്റെ ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. ഇന്നേക്ക് 18 വർഷമായി. പിന്നെ മോനാണെങ്കിൽ 16 വയസ്സ് കംപ്ലീറ്റ് ആയി. മോന് ഓഗസ്റ്റിലാണ് പ്രസവിച്ചത്. അത് 2008 കേട്ടോ. 2007 കല്യാണം, 2008 മോൻ്റെ പ്രസവം. ഇത് ഓഗസ്റ്റ് 24 അപ്പോൾ മോനക്കും 16 കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അത് 17 പോവാണ്. 17 ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ 16 വയസ്സായ മോനുണ്ട്. ആളിപ്പോൾ +1 പഠിക്കുകയാണ്. അതിന് താഴെയുള്ളത് മോളാണ്. മോൾക്ക് 9 വയസ്സ് കഴിഞ്ഞു, 10ാം വയസ്സിലോട്ട് പോവുകയാണ്. പിന്നെ ഉള്ളത് കുഞ്ഞാണ്. കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞാനും ഇക്കയും 3 മക്കളും. ഓക്കെ. ഞങ്ങൾ UAE-യിലാണ് താമസം, അബുദാബിയിലാണ് കേട്ടോ. പക്ഷേ എല്ലാ ആനിവേഴ്സറിയും സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടാവാറുണ്ട്. എനിക്കെപ്പോഴും ആഗ്രഹമാണ് ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ ചെയ്യണം എന്നുള്ളത്. ഈ ഒരു വർഷം എങ്കിലും നമുക്ക് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഇക്കാനോട് പറഞ്ഞതാണ്. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല, ബർത്ത്ഡേ ആനിവേഴ്സറി ഒന്നും ഇഷ്ടമല്ല. നമ്മുടെ ഈ ഒരു കുടുംബം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചെറിയതായിട്ടൊരു കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളാണ് മൂപ്പര്. ഇക്കാക്ക് തീരെ താല്പര്യമില്ല ഈ സെലിബ്രേഷൻ ഇങ്ങനെയുള്ളത്. ബർത്ത്ഡേ വരുമ്പോൾ എന്നോട് പറയും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കേണ്ടതാണോ? 1 വയസ്സ് നമുക്ക് കൂടുന്നതല്ലേ, ശരിക്കും വിഷമിക്കേണ്ട സമയമാണെന്നാണ് മൂപ്പര് പറയാം. പക്ഷേ എങ്കിലും ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിക്കും കേട്ടോ. പറഞ്ഞിങ്ങനെ നിർത്തും കൂടെ. മൂപ്പര് നിൽക്കില്ല. എങ്കിലും എനിക്ക് സമയമില്ലെങ്കിൽ പോലും നിർബന്ധിച്ച് മക്കളുടെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ഫസ്റ്റ് ആനിവേഴ്സറി ജസ്റ്റ് ഒന്ന് കേക്കല്ല ലഡുവൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ചോക്ലേറ്റ്സൊക്കെ. അല്ലാതെ ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേഷൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയായിരുന്നു, ഈ 18ാമത്തെ ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും സർപ്രൈസൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ സർപ്രൈസ് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി പെട്ടെന്ന് വയ്യാതായെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ഭയങ്കര പെയിൻ. ഈ പെയിൻ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഇവരൊക്കെ ആകെ വിഷമിച്ചു കേട്ടോ. കാരണം ഞാനാണെങ്കിൽ തമാശയ്ക്ക് ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ ഒരു ആനിവേഴ്സറിക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് വരാൻ പോകുന്നുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നു. പിന്നെ സത്യം പറയാതെ ഇന്നലെ ഞാൻ വിചാരിച്ചു, പടച്ചോനെ ഞാനെങ്ങാനും മരിച്ചു പോകുന്നു. കാരണം അത്രയും പെയിനായിരുന്നു. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാം, ഇവിടെ നിൽക്കേണ്ട. പക്ഷേ മോൻക്കാണെങ്കിൽ എക്സാമാണ്, +1 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ആളുടെ പഠിത്തം കൊളാവോ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. പിന്നെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് ഇന്നലെ രാത്രിയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ വയർക്ക് വേദനയും വരുന്നുണ്ട്, പിന്നെ ഫുള്ളായിട്ട് അങ്ങ് ഒരു പെയിനും ഭയങ്കര വെയിറ്റ് വയറൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയില്ല. ഞാനാണെങ്കിൽ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ്സ് കഴിച്ചിരുന്നു. എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ബേസിൽ അങ്ങനെ വന്നതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ മുമ്പ് ഒരു 2 വർഷം മുമ്പ് എനിക്ക് നല്ലൊരു ഇൻസിഡൻറ്റ് വന്നതാണ്. ഞാനതൊക്കെ ചാനലിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് മരണത്തോട് മല്ലടിച്ച ഒരു വ്യക്തിയാണ്. 10 ദിവസം വെൻറ്റിലേറ്ററിലും അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ICUവിലും ഉണ്ടായൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പേടി, ഇനി അന്നത്തെ പോലെ സംഭവിക്കുകയാണ്. ഇവരുടെ ചിന്ത എപ്പോഴും ഞാൻ വയ്യാന്ന് പറയുമ്പോൾ പോകുന്നത് നേരെ അങ്ങോട്ടേക്കാണ്, ആ 2 വർഷം മുമ്പിലോട്ട്. അപ്പോൾ അതേപോലെ ഇവരൊക്കെ ഇന്നലെ അങ്ങോട്ട് പോയിട്ടോ. എല്ലാ കുറ്റം എൻ്റെ തലയിൽ. ഉറങ്ങത്തില്ല, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കില്ല, ഫുൾ ടൈം എന്താ പറയുക, ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കും. ഞാൻ കൂടുതൽ ഈ ബിസിനസ് ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി എൻ്റെ തലയിലോട്ട് എല്ലാം ഒക്കെ പറയുന്നത്, നീ തന്നെ വരുത്തി വെക്കുകയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഷൗട്ട് ചെയ്തിരുന്നല്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നി. ഞാനങ്ങ് കിടന്നുറങ്ങി. പക്ഷേ എനിക്ക് ഉറങ്ങാനും മനസ്സ് വരില്ല, കാരണം കുഞ്ഞ് ചെറിയതല്ലേ. അപ്പോൾ ആളങ്ങനെ വിട്ടിട്ട് ഉറങ്ങാനും പറ്റില്ല. ആളാണെങ്കിൽ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ, ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം പെയിൻ കില്ലർ തന്നു, അതും കഴിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, കാരണം അന്നത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റാണ്. ഹോസ്പിറ്റലെങ്ങാനും ഈ വയ്യാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ പെട്ടുപോകുമോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ മോളൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വരാൻ പറ്റില്ല, കാരണം കുഞ്ഞിന് അന്നത്തെ എക്സ്പീരിയൻസ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ കിടന്നിട്ട് ഒരു 3:30 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ വയറുവേദനയൊക്കെ പോയി, എന്തോ പടച്ചും സഹായിച്ചിട്ട് അതൊക്കെ പോയി. ഞാൻ പിന്നെ 3:30 മണിക്ക് എണീറ്റ് ഫുഡും കഴിച്ച് പിന്നെ വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇന്നലത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരെയും വിഷമിച്ചു കേട്ടോ, കാരണം ഇവരൊക്കെ ഭയങ്കര ടെൻസ്ഡായി. ഇനി എന്താ സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും പേടിച്ചും പകച്ചും നിന്ന ദിവസമായിരുന്നു. ഇക്കാക്കാണെങ്കിൽ ആ ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ആനിവേഴ്സറി ഞാൻ നല്ലൊരു സർപ്രൈസ് തരും, അത് നിങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇവരൊക്കെ ചിന്തിക്കുകയാണ്, ഇനി ഇവളെങ്ങാനും തട്ടിപ്പോവോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ, പൊതുവെ പറയാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ അന്ന് 3 ടൈപ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് ഒന്നിച്ച് കയറ്റിയതാണ്. എൻ്റെ ബോഡിയിൽ അത്രയും ഇൻഫെക്ഷൻ ആയിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു 2 വർഷമൊക്കെ കഴിയാതെ ഇനി ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ എനിക്കങ്ങനെ മെഡിസിൻ കഴിക്കാൻ പറ്റില്ല. ഈവൻ തലവേദന വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ മെഡിസിൻ കഴിക്കില്ല, ഞാൻ പെയിൻ അങ്ങ് സഹിക്കും. എനിക്ക് ആ മെഡിസിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല മെയിനായിട്ട്. അപ്പോൾ ഇക്ക പറയേണ്ടി മെഡിസിൻ കഴിക്കുക, പെയിന് പോകട്ടെ. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കിടന്ന് രാവിലെ ആകുമ്പോൾ ഓക്കെ ആയിട്ടോ. പക്ഷേ നല്ല ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ആനിവേഴ്സറി കുളമാക്കിയ ഒരു ദിവസം എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ആനിവേഴ്സറിക്ക് സർപ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കുളമായി. ഇന്നലത്തതോട് കൂടിയിട്ട് എല്ലാം അങ്ങ് കുളമായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം കംപ്ലീറ്റ് ആയി. പക്ഷെ ആ കല്യാണം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആ കല്യാണത്തിന് മുമ്പുള്ള ലൈഫില്ല, അതാണ് കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാധ്യതകളായി, പ്രശ്നങ്ങളായി, മറ്റുള്ള വീട്ടുകാരെയും കൂടി. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് വേറൊരു കുടുംബത്തിലോട്ടാണല്ലോ പോകുന്നത്, ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലോട്ട്. പിന്നെ നമ്മൾ എന്തായി, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു വ്യക്തിയായി മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കല്യാണം കഴിയുമ്പോഴൊക്കെ പിന്നെ കുഴപ്പമില്ല, ആ ഒരു ഇതിലങ്ങ് പോയി. 19ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താ പറയുക, കുറച്ച് ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ചില കല്യാണം കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചതുപോലെയും തോന്നാറുണ്ട്. ചില കല്യാണം കഴിയുന്നതോടുകൂടി അവരുടെ ലൈഫിൽ എന്താ പറയുക, കുറേ വഴിത്തിരിവുകൾ വരാറുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് നടന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്കത് നടക്കുന്നില്ല. കാരണം നമ്മുടെ കുറേ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് അങ്ങ് പോകുമ്പോൾ അതൊക്കെ അവിടെ പെൻഡിങ് ആയി പോവുകയാണ്. പിന്നെ ഞാൻ അന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം ഇവിടെ നിന്ന് പോവാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പ്രായത്തിൽ നമുക്കറിയില്ല. പക്ഷേ ഈ 18 വർഷം ഞാനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇന്നലെ ചിന്തിക്കുമായിരുന്നു, എങ്ങനെയല്ല ഈ 18 വർഷം ഇങ്ങനെ പോയെന്നുള്ളത്. ഇത്രയും പെട്ടെന്ന് 18 വർഷമായി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുക, 18-20 വർഷമൊക്കെ ആയി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 18 വർഷം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പെട്ടെന്നങ്ങ് പോയി. ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സമയം പോയി എന്ന് പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാല്ല രാത്രി ഒന്നുകിൽ പുറത്തൊക്കെ പോവും, പറഞ്ഞിട്ടുണ്ട് പോവാന്നൊക്കെ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഒക്കെ വന്നിട്ടാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ആ വിശ്വസിക്കാത്ത ആളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായിട്ടാണ്, ഇന്നേക്കാണ് ആയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇൻഷാല്ല ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ട്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ വെൻറ്റിലേറ്ററിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി വീഡിയോ ചെയ്യണമെന്നുണ്ട്. കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രാത്രി വേദന കൊണ്ട് സത്യം പറയാനുള്ള തീരെ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞേ, ഇനി പണ്ടത്തെ ആ ഒരു 2 വർഷം മുമ്പത്തെ ആ ഒരു അവസ്ഥയിലോട്ട് പോകുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പഠിച്ചാൽ അങ്ങനെയുള്ള അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉറക്കമുണ്ട്. പറ്റുവാണെങ്കിൽ കുറച്ച് കിടന്നുറങ്ങണം. പിന്നെ മോളെ പോയി പിക്ക് ചെയ്യണം. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ അപ്പോൾ എന്തായാലും നാളെ വരാം കേട്ടോ. നാളത്തെ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക്സ് ഫോർ വാച്ചിങ്.